പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, പട്ടിയുടെ വാല് 100 വർഷം ഒരു കുഴലിനകത്തിട്ട് വെച്ച് കഴിഞ്ഞാലും ആ കുഴൽ ഊരി കഴിയുമ്പോൾ പട്ടിയുടെ വാല് പിന്നെയും വളഞ്ഞു തന്നെ ഇരിക്കും എന്ന് പറഞ്ഞ പോലാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ കാര്യം. പുള്ളിക്കാരൻ ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒത്തിരി മോഹൻലാലിനെയൊക്കെ വെച്ച് കുറച്ച് പൈസയൊക്കെ കൊടുത്ത്, കുറച്ചൊന്നുമല്ല 10-11 ലക്ഷം രൂപ ഒക്കെ കൊടുത്ത് ഒരു ഇൻ്റർവ്യൂ ഒക്കെ സംഘടിപ്പിച്ചു. അതൊക്കെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനൽ ചർച്ചക്കാർ പറയുന്ന പോലെ പുട്ടിയിട്ടു. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ചാനലുകാരോടൊക്കെ പുള്ളിയുടെ ആ ധാർഷ്ട്യ സ്വഭാവം അല്ലെങ്കിൽ പഴയ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിമറിക്കാനായിട്ടൊരു ഒരു പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏതായാലും ഈ ഒരു മനുഷ്യൻ്റെ ഒരു സ്ഥായിയായിട്ടുള്ളൊരു സ്വഭാവത്തിനൊരു മാറ്റം വരത്തില്ല. അതെവിടെയാണേലും കാണിക്കും. ആൾക്കാരിങ്ങനെ മിണ്ടരുത് പൊതിഞ്ഞ് എത്ര വെച്ചുകൊണ്ടിരുന്നാലും ചില സന്ദർഭത്തിൽ അതെടുത്ത് പ്രയോഗിക്കും. അതാണ് ഈ അടുത്ത ദിവസം കോന്നി കണ്ടത്. ഇന്നലെ കോന്നിയിലെ പാർട്ടി പ്രവർത്തകരാണ് ഈ മുഖ്യമന്ത്രിയുടെയും ഒക്കെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അവിടെ വെച്ചൊരു പാവം പിടിച്ച സഖാവ് ചോദിച്ചു, ഏതോ ഒരു ചോദ്യം. ഉടനെ പറഞ്ഞു, നീ അങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ. ഇനിയിപ്പം അതാണ് ഈ യൂട്യൂബുകാരൊക്കെ പറയുന്നത്, ചാനലുകാരൊക്കെ പറയുന്നത്, ഇനിയിപ്പം വോട്ട് ചോദിക്കാൻ വരുന്നവരോട് ഇങ്ങനെ പറഞ്ഞാൽ പോലും നീ അങ്ങ് വീട്ടിൽ പോയി ചോദിക്കാൻ വേണ്ടി. അപ്പോൾ ഈ പിണറായി വിജയൻ്റെ ഈ യഥാർത്ഥ സ്വഭാവം ഇതാണ്. അല്ലാതെ ഈ ചാനലുകാരൊക്കെ ഈ കൊട്ടിക്കൊഴിക്കുന്ന പോലുള്ള സ്വഭാവമല്ല. പുള്ളിക്കാരന് ഒരു പാമ്പടിയുടെ ഇത് കഴിയട്ടെ ഞാൻ പറഞ്ഞു തരാം എന്നോ അല്ലെങ്കിൽ ഒരു സമാധാനമായിട്ടുള്ള ഒരു മറുപടിയോ അല്ലെങ്കിൽ ഒരു ആംഗ്യം കാണിച്ച് ഒന്ന് നിർത്തുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. നീ അങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഇതാണ് യഥാർത്ഥ പിണറായി വിജയൻ എന്ന് സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും മനസ്സിലാക്കണം. സാധാരണക്കാർ അന്തംകമ്മികളായിട്ടുള്ളവർ മനസ്സിലാക്കണ്ട, അല്ലെ അവർക്ക് കിട്ടുന്നവർ സാധാരണ മനുഷ്യൻ മനസ്സിലാക്കണം. ഈ പിണറായി വിജയൻ്റെ യഥാർത്ഥ സ്വഭാവം ഇതാ. അടുത്ത ഒരു പ്രാവശ്യം കൂടി പിണറായി വിജയൻ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇതൊന്നുമല്ല പറയാൻ പോകുന്നത്, വേറെ പലതുമായിരിക്കും. അത് ജാഗ്രതയായിട്ട് എല്ലാ മലയാളികളെ ഇരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.